കഴിഞ്ഞ ദിവസം ഞാനും അമ്മും അപ്പവും കൂടിയിട്ട് ടൗൺ വരെ ആലപ്പുഴ ടൗൺ വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ റെഡി ആയിട്ട് ഇറങ്ങി. നമ്മളുടെ അമ്പലവെട്ടിയിൽ നിന്നാണ് നമ്മൾ സാധാരണ ബോട്ട് കയറുന്നത്. നമ്മൾക്കവിടെ വെള്ളമായത് കാരണം നമുക്ക് അവിടെ നിന്ന് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ കറങ്ങി കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. നടന്ന് നമ്മൾ ഗ്രാമീണയായിട്ട് വന്നിട്ടാണ് ബോട്ട് കയറാൻ നിൽക്കുന്നത്. ബോട്ടായിട്ട് എത്തിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് നല്ല മഴയായിരുന്നു. കാറ്റും അത്യാവശ്യം നല്ല കാറ്റും കോളൊക്കെ ഉണ്ടായിരുന്നു. ബോട്ട് പറഞ്ഞ സമയത്ത് ബോട്ട് വന്നു. നമ്മൾ 2:10 2:15 ബോട്ടിനായിരുന്നു പോകാനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ബോട്ട് വന്നില്ല. പിന്നെ മഴ പെയ്തു, 2 മഴ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേട്ടാണ് ബോട്ട് വന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പട്ടിഷോ കാണിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കാരണം ഗസ്റ്റൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മഴയും വെള്ളപ്പൊക്കെ കാരണം അധികം അങ്ങനെ ഓട്ടങ്ങളൊന്നും ഇല്ല. എന്നാലും അത്യാവശ്യം കുറച്ച് ഗസ്റ്റുകളുണ്ടായിരുന്നു. അങ്ങനെ അവരെ പട്ടിഷോയെ കാണിച്ച് ഞങ്ങളവിടെ നിന്നു. അപ്പോൾ അത് അവിടെ നിന്ന് ബോട്ട് വരുന്നുണ്ട്. 2:45 കഴിഞ്ഞു കേട്ടോ ബോട്ട് വന്നപ്പോഴേക്കും. അപ്പോൾ നമ്മൾ മഴയായത് കാരണം അല്ലെങ്കിലും ബോട്ടിട്ട് നിൽക്കുമ്പോൾ കൈ വീശി കാണിക്കെങ്കിൽ ഇവിടെ വന്ന് അടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ബോട്ട് നേരെ ആളുണ്ടെങ്കിൽ ഇറക്കുള്ളൂ, ഇല്ലെങ്കിൽ ബോട്ട് നിർത്താതെ പോകും. അങ്ങനെ അമ്മു കൈ വീശി കാണിച്ചത് ബോട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് ഗൈസ്. മഴയായത് കാരണം ഷട്ടറെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയത് 27 രൂപയാണ്. ഞങ്ങൾ 3 പേർക്ക് 27 രൂപയായിരുന്നു. അതിനിടയ്ക്ക് പുറകോട്ടേക്കോ ഭയങ്കര ബഹളം. എന്താ ഈ ചേട്ടനെ കണ്ടു. ഈ ചേട്ടൻ മറ്റേ ചേട്ടനായിട്ട് പാർട്ടിയുടെ പേരും പറഞ്ഞു ഭയങ്കര ഇടിയായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ബോട്ടിലുള്ള മറ്റാൾക്കാരൊക്കെ ചീത്ത പറഞ്ഞു. രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല, പുറത്തേ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചീത്ത ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ബോട്ടിയേറ്റിൽ വന്നിറങ്ങി. പഴയ ബോട്ടിയേറ്റ് പൊളിച്ചുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ബസ് സ്റ്റാൻഡ് അവിടെ തന്നെയാണ് ബോട്ട് നിർത്തുന്നത്. അങ്ങനെ പ്രൈവറ്റ് അല്ല ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അവിടെ വന്നിട്ട് ഞങ്ങൾ ബോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ മുല്ലിക്കൽ കൂടി നടക്കുകയാണ് ഗൈസ്. എനിക്ക് ഫസ്റ്റ് ഒരു കൊറിയർ അയക്കാനുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊറിയർ ഓഫീസിൽ വന്നിട്ട് നമ്മൾ കൊറിയർ അയക്കാൻ പോവാണ്. അങ്ങനത്തെ കൊറിയറൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു കളറ് പോലെ പെയിൻ്റ് അടിച്ചിട്ടുള്ള മുല്ലിക്ക് തന്നെയാണ് അത് കയറി. ഞങ്ങൾ അപ്പുറത്തിറങ്ങിയിട്ട് നമ്മളൊരു കടയിലായിട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അമ്മുവിൻ്റെ അമ്മേനെ കണ്ടുവിട്ടു. അതാണ് സുജക്കുഞ്ഞമ്മ. സുജക്കുഞ്ഞമ്മേനെ അങ്ങനെ അധികം വീഡിയോസിലൊന്നും കണ്ടില്ല. കാരണം ആളങ്ങനെ അധികം കാണാൻ കിട്ടാറില്ല. അല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലോ വീഡിയോസിൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ സലാമിൽ 7 മക്കളാണ്. അപ്പോൾ അതിൽ ഉള്ളതാണ് അമ്മുവിൻ്റെ അമ്മയായിട്ട് സുജക്കുഞ്ഞമ്മ. അങ്ങനെ കുഞ്ഞമ്മേനെ കണ്ട് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഞങ്ങളെന്നാൽ ഷോപ്പിലേക്ക് പോകാമെന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോൾ ആ സൈഡിൽ ഇതേപോലത്തെ ഒരു കാഴ്ച കണ്ടുവിട്ടാൽ നമ്മുടെ അവിടെ എല്ലായിടത്തും ഉണ്ട്. കരിമീനാണോ സ്ലോപ്പിയാണോ അറിയാൻ പാടില്ല. അങ്ങനെ നിറയെ മീനുണ്ട്. ഇതുപോലത്തെ തൊടുകൾ അങ്ങ് ദൂരം അങ്ങ് അറ്റം വരെ ഉണ്ട്. അങ്ങനെ നമ്മളിത് ആ ഷോപ്പിൽ വന്നു കേട്ടാ. ഈ ഒരു ഷോപ്പ് തിരക്കായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ നടന്നത്. ഞാൻ ഡെലിവറിക്ക് മുന്നേ കല്യാണം കഴിഞ്ഞ സമയത്താന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം ഞാൻ ഹരിയണ്ണ ഷോപ്പിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ ഫുഡ് എനിക്ക് ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അന്ന് ഞാൻ ബർഗറായിരുന്നു കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നതാണ്. പിന്നെ ഈ ഇരിക്കുന്ന സാധനത്തിന് കീഴിൽ ഈ കുട്ടുമോനാണ് എനിക്കിൻ്റെ പേരെന്നറിയാൻ പാടില്ല. അമ്മു ഇരിക്കുന്നത് കണ്ടില്ലേ. എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇവർ ഈ ഒരു സാധനം എല്ലാ ടേബിൾ മേലും ഇരിപ്പുണ്ട്. കാരണം നമ്മൾ ടേബിളിലിരിക്കുന്ന ഓട്ടോമാറ്റിക് എല്ലാ ആൾക്കാരും കൈകുത്തിയാണല്ലോ ഇരിക്കാറ്. അപ്പോൾ ആ ഒരു ഇതിലാന്ന് തോന്നുന്നു ആ ഒരു സംഭവം അങ്ങനെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എന്തായാലും ആ പുള്ളിക്കാരൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ല ഈ ബർഗർ കൊണ്ടുവന്നല്ല, ആ കൈ കുത്തിയിരിക്കുന്ന ആ സാധനം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബർഗർ പറഞ്ഞു. 3 പേർക്കും ബർഗർ വന്നിട്ട് അതിന് മുമ്പ് നമ്മൾ ഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാനില ഷേക്ക് ആയിരുന്നു. അങ്ങനെ അതും കഴിച്ചു. നമ്മൾ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അടിപൊളിയായിരുന്നു. അന്ന് കഴിച്ചത്ര ആ ഒരു എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്നാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുവിട്ടാണ്. കഴിക്കുന്നതാണ് വീഡിയോസ് എടുക്കുന്നതിനായിട്ട് പറഞ്ഞ ആരെയൊക്കെ എടുക്കല്ലെന്ന് പറയുന്നത്. പിന്നെ ചീസി ആയിരുന്നു. നല്ല ബർഗറായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മോമോസാണ് പറഞ്ഞത്. ഞാൻ ഇത് ലിസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു മോമോസ് ഓർഡർ ചെയ്താലോ. അപ്പോൾ കഴിച്ചിട്ടില്ല അരിയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മോമോസ് തന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രൈഡ് ചിക്കൻ മോമോസാണ് പറഞ്ഞത്. മോമോസ് ഒന്ന് അടിപൊളിയായിരുന്നു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് ടൈമായിട്ട് കഴിക്കുന്ന കാരണം 2 പേർക്കും ആദ്യം കഴിച്ചപ്പോൾ എന്തോ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണല്ലോ കഴിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ഇഷ്ടപ്പെട്ടു. 2 പേരും നന്നായിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിന്ന് കഴിഞ്ഞിട്ട് ആളുടെ കണ്ണിട്ടൊക്കെ കുത്തി പാവം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ ബോട്ടിയേട്ടിലോട്ട് പോകണം. നമുക്ക് നടക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ബോട്ട് കിട്ടത്തില്ല. അപ്പോൾ അത് കാരണം 4:10 എന്തോ ബോട്ടിനായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിൽ വന്നു. അപ്പം ബോട്ടിൽ താഴത്ത് സ്ഥലം ഉണ്ടായിരുന്നില്ല. മേളിലേക്ക് കയറാം എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല മേളിൽ. അപ്പോൾ അവൾ പറഞ്ഞു ആരെയൊക്കെ ചാർജ് എന്തോ കൂടുതലാണ്, നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് പൈസ കൂടുതലായിരിക്കും എന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, നമുക്ക് മേളിലിരുന്ന് കാണാമല്ലോ, അത്രയും കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ത്വര മൂത്തിട്ട് ഞാൻ അവരെയും വിളിച്ചുകൊണ്ട് മേളിലേക്ക് വന്നിരുന്നു. ഫസ്റ്റ് വന്നിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വേറെയും കുറച്ച് ആൾക്കാരോട് വന്നിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കണ്ടോ നോർമലായിട്ട് എല്ലാവരും ഇരിക്കുന്നതാണ്. അപ്പോൾ അവളും അപ്പവും പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ബോട്ടിൽ മേളിൽ വന്നിരുന്നിട്ടില്ല, താഴത്താണ് മിക്കപ്പോഴും പോകുന്നത്. അവർ ഇത്രയും നാളും വെച്ചാൽ ബോട്ടിലൂടെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. എന്നിട്ട് അവർ ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കയറിയിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല നമുക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് ആ പാവങ്ങളെ വിളിച്ച് ഞാൻ മേളിൽ കയറിയിരുന്നു ഗൈസ്. പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിലെ ആ ചതി മനസ്സിലായത്. നിങ്ങൾക്കത് വഴിയേ പറഞ്ഞുതരാം. എന്തായാലും നല്ല വ്യൂ ആണ്. നമ്മൾക്ക് മേളിൽ ഇരുന്ന് കാണുന്ന എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മേളിൽ കയറി ഇരിക്കുന്നത്. അത്
അതുമല്ല ഇവിടെ വന്നിട്ട് ഈ ആദ്യമൊക്കെ കാണുമ്പോൾ ബോട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ആഹ്ലാദമൊക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പതിയെ അത് മാറി. പക്ഷേ എന്നാലും ഫസ്റ്റ് ടൈം കയറുന്ന ആദ്യമായിട്ട് കാണുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞൊരു ചതി പറ്റിയെന്ന് വേറൊന്നുമല്ല, 180 രൂപയാണ് ഗൈസ്. ഒരാൾക്ക് 60 രൂപ വെച്ചാണ് പറഞ്ഞത്. താഴത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ 3 പേർക്കും കൂടി 27 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. പക്ഷേ ആ സ്ഥലത്ത് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ അത് മേളിൽ കയറിയത് കൊണ്ട് മാത്രം ഒരാൾക്ക് 60 രൂപയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചതി. പിന്നെ നമ്മൾക്ക് എന്ത് പറയാൻ, നമ്മൾ ഫസ്റ്റ് ടൈമാണ്, പിന്നെ അവരും ഫസ്റ്റ് ടൈമാണ് കയറുന്നതെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാനൊന്നും പുള്ളി പറഞ്ഞായിരുന്നു, കണ്ടക്ടർ പറഞ്ഞു എന്താ ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോ, അപ്പം നോർമൽ ചാർജ് തന്നാൽ മതി എന്ന് പുള്ളി പറഞ്ഞായിരുന്നു. പിന്നെ നാണം കെട്ട് നമ്മൾ താഴത്തോട്ട് പോകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അത് കാരണം ഞങ്ങൾ പിന്നെ ഇറങ്ങിയൊന്നുമില്ല, കാരണം ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. പിന്നെ എന്തിനാ വെറുതെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ബോട്ട് വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കടയിൽ നിന്ന് ലൈസും ഇന്നലെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലൈസും കുറച്ച് കുറുക്കുറ പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടക്കുകയാണ്. മഴ പെയ്ത് തുറന്ന കാരണം പറമ്പൊക്കെ ആപ്പാടെ ചളി പിടിച്ച അവസ്ഥയിൽ കിടക്കാനിട്ടാണ്. അങ്ങനെ വന്ന വഴിക്ക് രാധാമ്മ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. വൈകുന്നേരത്തേക്ക് കറിക്കളാന്ന് തോന്നുന്നു പാവം അശാട്ടി ഒപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചു വല്ലതും കിട്ടിയോന്ന് ചോദിച്ചപ്പോൾ ബക്കറ്റിൽ പോയി നോക്കാൻ പറഞ്ഞത്. ബക്കറ്റ് നോക്കിയപ്പോഴത്തേനും ഒരു വലിയ കരിമീൻ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ കുറച്ച് വള്ളത്തികളും ഉണ്ട്. അങ്ങനെ രാധാമ്മ ടൗണിൽ പോയി വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.